അങ്ങനെ നമ്മുടെ തല അജിത്തിന്റെ പുതിയ പടം വിടമുയർച്ചി ഇന്ന് തിയേറ്ററുകളിലെത്തി. രാവിലെ 7 മണിയുടെ FDFs ഷോ തന്നെ കയറി കണ്ടു. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. സാധാരണ ഇപ്പം ഇതിന് മുൻപ് ലാസ്റ്റ് ഇറങ്ങിയ തുനിവ്, വലിമൈ പോലത്തെ അങ്ങനത്തെ അജിത്തിന്റെ പടങ്ങളൊക്കെ കാണാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം നോട്ട് ചെയ്തിട്ടുള്ള സിനിമകളായിരുന്നു. പക്ഷേ ഈ ഒരു പടം എനിക്ക് ഓൾറെഡി പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്നാലും അജിത്തിന്റെ പടം തലപ്പടം എന്നുള്ള രീതിയിൽ തന്നെ രാവിലെ 6 മണിക്ക് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോയി പടമാണ്. രാവിലെ 7 മണിക്കായിരുന്നു ഷോ. പടത്തിൽ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അജിത്തിൻ്റെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അത് കൊള്ളാം. അത് മാത്രമാണ് ഈ പടത്തിൽ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം. അത് ഒഴിച്ചു നിർത്തിയാൽ മറ്റൊന്നും തന്നെ തോന്നാത്ത ഒരു നിർഗുണ പടം. അതുപോലെയാണ് വിടമുയർച്ചി എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. സാധാരണ ഒരു പടത്തിൽ അനിരുദ്ധാണ് മ്യൂസിക് എങ്കിൽ, ഇപ്പം അനിയുടെ വർക്കാണെങ്കിൽ ആ സിനിമ അനിയുടെ വർക്ക് കൊണ്ട് ഒരു വിധമൊക്കെ പടം പിടിച്ച് നിൽക്കാറുണ്ട്. അനിയുടെ വർക്ക് അടിപൊളിയാവാറുണ്ട്. ഇപ്പം ലാസ്റ്റ് ഇപ്പോൾ ഇതുപോലെ എടുത്ത് നോക്കിയാലോ, സത്യം പറഞ്ഞാൽ നമ്മുടെ NTRന്റെ പടം ദേവര, അതിൽ വരെ അനിയുടെ വർക്കൊക്കെ സത്യം പറഞ്ഞാൽ സൂപ്പറായിരുന്നു. ആ പടം ഒരുവിധം പിടിച്ചു നിർത്തിയത് അനി തന്നെയായിരുന്നു, ദേവര എന്ന് പറഞ്ഞ പടം. അപ്പോൾ ഏത് പടം എടുത്ത് നോക്കിയാലും അനിയുടെ വർക്ക് നമ്മൾ ആസ്വദിക്കും തിയേറ്ററിൽ. പക്ഷേ അനിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാണ്ട് പോയ ഒരു സിനിമയായിരുന്നു വിടമുയർച്ചി. പുള്ളി എന്തിനാ, പുള്ളിയുടെ ഒരു സാധനമുണ്ട് ആ ടീസറല്ലേ, അതിലങ്ങോട്ട് വന്ന കൊറോണ പൊക്കി പിടിച്ചൊരു BGM, ആ ഒരു സാധനം തന്നെ പടത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരും എന്നല്ലാതെ വേറെ പാട്ടുകളോ, സാധാരണ അനിയുടെ പാട്ടുകളൊക്കെ ഒരു തവണ കേട്ടാൽ പോലും നമ്മൾ നോട്ട് ചെയ്തു പോകും. അങ്ങനെയാണ് പുള്ളിയുടെ വർക്ക്. ഇത് ഒന്നും നമ്മുടെ മനസ്സിൽ നിൽക്കാത്ത ഒരു BGM മാത്രമുള്ളൊരു സിനിമ. എനിക്കൊന്നും ചെയ്യാനില്ല. പിന്നെ സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ നല്ല സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ഹാഫ് ഒരു 3/4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ കുറച്ച് ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ ചെറിയ സസ്പെൻസ് ട്വിസ്റ്റ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കൊന്നും ഫീൽ ചെയ്യണില്ല. കാണുമ്പോൾ നമുക്ക് ഒരു ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ സാധനം കണ്ടിട്ട് കിട്ടിയില്ല. പിന്നെ സ്റ്റാർട്ടിങ് നമ്മുടെ തലയും തൃശ്യായിട്ടുള്ള കുറച്ച് റൊമാൻറ്റിക് സാധനങ്ങളുണ്ട്. അത് ഒട്ടും മാച്ച് ആവാത്ത പോലെ എനിക്ക് തോന്നിയത്. ഒട്ടും വർക്കൗട്ട് ആവാത്തൊരു, ഒട്ടും യോജിക്കാത്തൊരു ജോഡി ഇത് തൃശ്യ തല. കാരണം ഇതിൽ കാണുമ്പോൾ ഒരു മാച്ച് തോന്നിയിട്ടില്ല. അത് ഭയങ്കര ബോറായിട്ടാണ് തോന്നി. ഭയങ്കര ക്രിഞ്ച് ഫീൽ ചെയ്തു ഇവരുടെ സ്റ്റാർട്ടിങ്ങുള്ള ആ ഒരു റൊമാൻറ്റിക് സാധനങ്ങളൊക്കെ. അങ്ങനെ പടം പോയി ട്രാക്കിലോട്ടൊക്കെ കയറും. പക്ഷേ ആദ്യം മുതൽ അവസാനം വരെ സ്ലോ ആയിട്ടാണ് പടം പോകുന്നത്. ഈ സ്ക്രിപ്റ്റിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ചെയ്യാനില്ലാത്ത പോലത്തെ ഒരു സ്ക്രിപ്റ്റ്. അങ്ങനെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങുള്ള ചില സാധനങ്ങളും പിന്നെ ഇൻ്റർവെല്ലിനോട് അടുക്കുമ്പോൾ ചില ടിസ്റ്റൊക്കെ ഇവർ കുറച്ച് സാധനം ഒരു പവർ കയറ്റാൻ നോക്കിയതാണ്. പക്ഷെ നമ്മൾ കാണുന്ന പ്രേക്ഷകന് അതൊരു തരത്തിലും ഫീൽ ചെയ്യാത്ത പോലെയുണ്ട് അതൊക്കെ കാണുമ്പോൾ. അങ്ങനെ സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുമ്പോൾ സെക്കൻഡ് ഹാഫും ഇതന്നെ അവസ്ഥ. ക്ലൈമാക്സിൽ ഇതിൻ്റെ ഇടയിൽ സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റാണ് എനിക്ക് ആകെപ്പാടെ പോസിറ്റീവായിട്ട്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആ ഒരു ഫൈറ്റ്, അത് സെക്കൻഡ് ഹാഫിൽ അത് മാത്രമാണ് കൊള്ളാം എന്ന് തോന്നിയത്. പിന്നെ എടുത്തു പറയേണ്ട വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് അജിത്ത് പട്ടിയെ പോലെയാണ് തല്ലുകൊള്ളണം. ഇഷ്ടം പോലെ തല്ലുകൊള്ളണം അജിത്ത്. ഞാൻ ആദ്യമായിട്ടാണ് അജിത്ത് ഇങ്ങനെ തല്ലുകൊള്ളാണ് ഒരു സിനിമയിൽ. എനിക്ക് തമിഴ്നാട്ടിൽ തിയേറ്റർ കത്തിക്കേട്ടിരുന്ന ഭാഗ്യം. അതുപോലെ ഫാൻസാർക്കൊക്കെ ശരിക്കും ദേഷ്യം വരും. കാരണം അജിത്ത് ഇത്രയും തല്ല് കൊള്ളിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് ഒരുപാട് തല്ല് കൊണ്ടിട്ടതിന് ശേഷമാണ് പുള്ളിയുടെ ഒരു ഫൈറ്റൊക്കെ കയറി പറഞ്ഞത്. അതുകൊണ്ട് അതൊക്കെ എനിക്ക് പേഴ്സണലി ഒരു നെഗറ്റീവായിട്ട് തന്നെ തോന്നിയത്. പിന്നെ ക്ലൈമാക്സിൽ ഒരു തരത്തിലും തൃപ്തി കിട്ടാതെ പോയ ഒരു തലയുടെ പടം, അതാണ് വിടമുയർച്ചി. എനിക്കെന്തോ ഒട്ടും വർക്കായില്ല സിനിമ. എനിക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ തന്നിരിക്കുന്നത്. കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോ. ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. എല്ലാവർക്കും ആ അഭിപ്രായം ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സിനിമ കണ്ട് വിലയിരുത്തുക. എനിക്കെന്തായാലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇതാണ്. ഓക്കെ.